അങ്ങനെ രേണു സുധിയുടെ പേരിൽ ചെറിയൊരു കച്ചറ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലക്ഷ്മി നക്ഷത്രയും സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണനും തമ്മിലാണ് പ്രശ്നം. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇപ്പൊ ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ ഈ സംഭവം പണ്ടത്തെ പെർഫ്യൂം സംഭവവും ഒരേ ത്രാസിൽ വെച്ച് അളക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലക്ഷ്മി അന്ന് പക്കാ മുതലെടുപ്പാണ് നടത്തിയത്. ഒരു പെർഫ്യൂമിന്റെ പേരും അറിഞ്ഞ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നത്. നല്ല പൈസയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സായ ഇങ്ങനെ രേണുവിന് വെച്ചൊരു മുതലെടുപ്പ് നടത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്, സെൽഫ് കൺട്രോൾ. രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണു സുധിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അറിഞ്ഞ ഞാൻ പെട്ടു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഈ രേണുവിനെ പോയി കണ്ടവര് മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു, അങ്ങനെയൊക്കെ. അസൂയാണ് പോലും തിണ്ടി. ആർക്കായാലുണ്ടാവും അസൂയ. പണ്ട് രേണുവിന് പെർഫ്യൂം കൊടുത്തപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത ആളാണ് ഇപ്പൊ രേണുവിന് പൈസ കൊടുത്ത് സഹായിക്കുകയും അത് പബ്ലിക്കായി തുറന്നു പറയുകയും ചെയ്തത് എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത്. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, നീ എന്ന് മുതലടപ്പ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. ചേച്ചി പോണ ഇനാഗ്രേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം തേച്ച് വരുന്നത്. അതിന് ഉത്തരം എന്ന് പറഞ്ഞു തരൂ. ചേച്ചി പോകുന്ന ഉദ്ഘാടനത്തിനും ചേച്ചി അറ്റൻഡ് ചെയ്യുന്ന പരിപാടികൾക്കും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം വരുന്നു. അവര് കുറച്ച് പെർട്ടിക്കുലർ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്നു. എന്താ നക്ഷത്ര ചേച്ചി അങ്ങനെ ആയിപ്പോയത്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യമാണ് ചേച്ചി എടുത്ത് പറഞ്ഞെങ്കിൽ ഞാൻ എങ്ങനെ ഇന്റർവ്യൂസ് വാരി വെതറി കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. അതെല്ലാവർക്കും അറിയാം. പിന്നെ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒന്നും കാശ് മേടിച്ച് കൊടുക്കുന്ന ഇന്റർവ്യൂ അല്ല. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? പണ്ടായിരുന്നെങ്കിൽ രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ലക്ഷ്മി തന്നെ ഡെയിലി വ്ലോഗ് ചെയ്യുമായിരുന്നേനെ. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പണ്ട് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ. രേണുവിനെയും സുധിയെയും വെച്ച് ലക്ഷ്മി നക്ഷത്രം നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണോ അതോ ഊക്ക് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. 2 എണ്ണം അടിച്ചിട്ട് ചെകുത്താനെ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ നോക്കും. ചെകുത്താനെ? അതേടാ, ഈ കാലത്ത് ദൈവത്തിനെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.